بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب من كره أن يعود في الكفر كما يكره أن يلقى في النار من الإيمان. വേദശേഷ മഹാസത്യപാതാരം എന്ന സഹീഹുൽ ബുഖാരിയുടെ ഈ ദർസിൻ്റെ 65-ാമത്തെ ദർസാണ് ഇന്ന് നാം ഓതുന്നത്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പ്രത്യേകമായ ഒരു ശൈലിയാണ്. ഓരോരോ ഹദീസുകളിൽ നിന്നും പിടിച്ചെടുക്കാൻ പറ്റുന്ന ആശയങ്ങളെ അത് പല ബാബുകളിലായി അത് വിശദീകരിക്കും. അതിൻ്റെ പേരിലാണ് ചില ആളുകൾ ഇമാം ബുഖാരിയിൽ ആവർത്തനമുണ്ട് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആവർത്തനം എന്ന ഒന്ന് ഇമാം ബുഖാരി സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന് ഇമാം ബുഖാരി തന്നെ പറഞ്ഞത് മുമ്പ് നാം ഉദ്ധരിച്ചിട്ടുണ്ട് മുഖദ്ദിമയിൽ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇതിന് സമാനമായ ഹദീസ് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറയാം. സമാനമായ ഹദീസ് 16-ാമത്തെ ഹദീസ് സമാനമായ ഹദീസാണെന്ന് പറയാം. ഹദീസുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ 59-ാമത്തെ ക്ലാസ്സിൽ നാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഓതുമ്പോൾ ആ 59-ാമത്തെ ക്ലാസ്സും കൂടി കേൾക്കേണ്ടതാണ്. ആ ഹദീസും ഈ ഹദീസും രണ്ടും രണ്ട് ഹദീസാണ്. ഏകദേശം ആശയങ്ങൾ ഒന്നാണ്. ലഫ്ളുകൾ വ്യത്യാസമുണ്ട്, റാവികൾ വ്യത്യാസമുണ്ട്, പല വ്യത്യാസങ്ങളുമുണ്ട്. അത് ആമുഖമായി പറഞ്ഞതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ബുഖാരിയിൽ ആവർത്തനമില്ല. അത് ഈ ഹദീസ് നോക്കിയാലും മനസ്സിലാകും. സുറായിങ്ങളെല്ലാവരും ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ലില്ലാഹി ദർറുൽ ഇമാമിൽ ബുഖാരി എന്ന് പറഞ്ഞ പലരുമുണ്ട്. ബാബ്, ബാബുമൻ, ബാബുൻ 3 കാലത്ത് വായിക്കുക. ബാബുൻ, അപ്പം മങ്കരിഹ എന്നുള്ളത് മുബ്തദായിട്ട്, അല്ലെങ്കിൽ ബാബ് അവിടെ ഒഫ് ചെയ്തിട്ട് മങ്കരിഹ അപ്പോൾ മുബ്തായിട്ട് തന്നെ. ഇനി ബാബു മങ്കരിഹ ഇലാവത്ത് കൊണ്ടും വായിക്കാം. ഇലാവത്ത് ചെയ്യുന്നത് മെന്നല്ല മുലാഫിലെ മെന്നടക്കമുള്ള മുക്തിയും ഖബറും കൂടി ജുംലയാണ്. അപ്പോൾ മെന്ന മുബ്തദയാണ്, മിനൽ ഈമാൻ എന്നുള്ള ഖബറാണ്. അപ്പം ബാബുൻ ഇതൊരു ബാബാകുന്നു. മങ്കരിഹ അവിടെ മുലാഫ് കൂട്ടി കൊടുക്കേണ്ടതുണ്ട്. കറാഹത്തു മങ്കരിഹ, വെറുത്തതായ ഒരുത്തൻ്റെ വെറുപ്പ്. എന്താണ് വെറുത്തത്? അയ്യഴുത അവൻ മടങ്ങലിനെ ഫിൽ കുഫരി കുഫറിലേക്ക്. യഴുത എന്നതിൽ തെളുമീൻ ചെയ്തിട്ട് ഒരു ഇസ്തിഖ്റാറിൻ്റെ മാന തെളുമീൻ ചെയ്ത് അതിനോടാണ് ഫിൽ കുഫരി എന്ന ഫീൻ്റെ മുത്തഅല്ലഖ് എന്ന് പറഞ്ഞ ശാരീങ്ങളുണ്ട്. അപ്പം അയ്യഴുത മടങ്ങി ചെന്ന് ഉറക്കലിനെ. എന്തിലുറക്കുക? ഫിൽ കുഫർ കുഫറിലേക്ക്, കുഫറിൽ. വേറെ മഹാന്മാരിൽ പറഞ്ഞത് ഫീ എന്നതിനിക്ക് ഇലൻ്റെ മാന ഉണ്ട്. ഫീക്ക് ലർഫിയത്തുള്ള മാതിരി തന്നെ ഇലൻ്റെ മാനായിലേക്കും വരും. ആ ഇലൻ്റെ മാന വെച്ചാൽ മതി ഇവിടെ. അപ്പോൾ തൗലീമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എവിടേക്ക് മടങ്ങുക? ഫിൽ കുഫരി കുഫറിലേക്ക് മടങ്ങലിനെ വെറുത്തവൻ്റെ വെറുപ്പാകുന്നത്. കമാ ഏത് പ്രകാരം വെറുപ്പ്? കുഫറിലേക്ക് മടങ്ങലിൻ്റെ വെറുപ്പ്. കമാ യക്റഹു വെറുക്കും പോലെ, അവൻ വെറുക്കും പോലെ, അൻ യുൽഖാ അവനെ ഇടപെടലിനെ വെറുക്കും പോലെ, ഫിന്നാർ തീയിൽ ഇടപെടലിനെ വെറുക്കും പോലെ. അപ്പം തീയിലേക്ക് ഇടപെടലിനെ വെറുക്കും പോലെ കുഫറിലേക്ക് മടങ്ങിച്ചെല്ലലിനെ വെറുത്തതായ ഒരുത്തൻ്റെ വെറുപ്പാകുന്നത് മിനൽ ഈമാൻ
രണ്ടർത്ഥം വെക്കാം. ഈമാൻ അവൻ്റെ ഉള്ളിലുള്ള ഈമാൻ കാരണമാണ് അവർക്കുണ്ടായിത്തീരല്. അല്ലെങ്കിൽ മിൻ ശുഅബിൽ ഈമാൻ, അത് ഈമാനിൻ്റെ ശാഖകളിൽപ്പെട്ടതാകുന്നു. രണ്ടർത്ഥം വെക്കാം. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ബാബ് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനിക്ക് ഹദീസുകൾ അവരുടെ അമലുകൾ നിർണയിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ആവേശത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അതിലേറെ ചെയ്യാൻ കഴിയും എന്നുള്ള ആവേശം കാട്ടുന്നവരായിരുന്നു എന്നാണ് മുമ്പ് കഴിഞ്ഞ ഹദീസ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി കൂടുതൽ അമലുകൾ നിർണയിച്ചു തരണം എന്ന് പറയുന്ന സ്വഹാബത്ത് അവരുടെ ഈ ആവേശം, അമലിലുള്ള ആവേശം, അത് അവർക്ക് കുഫറിനോടുള്ള വെറുപ്പും അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമാണ് എന്ന് വരുത്താനാണ് ഈ ബാബിനെ കഴിഞ്ഞ ബാബിൻ്റെ തൊട്ടടുക്ക കൊണ്ടുവന്നത്. വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട സംഭവങ്ങളാണ്. وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه آمين. حدثنا سليمان بن حرب قال حدثنا شعبة عن قتادة عن أنس رضي الله عنه وعنهم عن النبي صلى الله عليه وسلم أنه قال: ثلاث من كن فيه وجد حلاوة الإيمان: من كان الله ورسوله أحب إليه مما سواهما، ومن أحب عبدا لا يحبه إلا لله، ومن يكره أن يعود في الكفر بعد إذ أنقذه الله كما يكره أن يلقى في النار. ഈ ഹദീസിൻ്റെ റാവി സുലൈമാൻ ബിൻ ഹർബ് എന്നവരാണ്. ഇത് ഇമാം ബുഖാരിയുടെ 21-ാമത്തെ ഹദീസാണ്. ഇതിന് തൊട്ട് മുമ്പത്തെ ബാബിൽ 16-ാമത്തെ ഹദീസിൽ ഇതേ ആശയമുള്ള ബാബ് പറഞ്ഞു പോയിട്ടുണ്ട്. അതിലുള്ള റാവി വേറെയാണ്. മുഹമ്മദ് ബിൻ മുസന്ന എന്ന മഹാനാണ് അവിടുത്തെ റാവി. അത് ആ ഹദീസും ഈ ഹദീസും തമ്മിൽ ബുഖാരിയുള്ളവർ തുലനം ചെയ്ത് നോക്കിയാൽ ധാരാളം മാറ്റങ്ങൾ കാണാം. ഇങ്ങനെയുള്ള ഒരു മാറ്റവുമില്ലാത്ത ഹദീസ് ഇമാം ബുഖാരി ആവർത്തിച്ച് കൊണ്ടുവരില്ല. അതിനൊക്കെ ആവർത്തനം എന്ന് പറയുള്ളൂ. അതേ മാതിരത്ത് വരുമ്പോൾ വ്യത്യാസത്തോടു കൂടെ വരുമ്പം അത് വേറെ ഹദീസാകും. സനദിലോ മത്തിനിലോ മാറ്റം വന്നാൽ ഹദീസ് മാറി. ഇവിടെ സനദിലും മാറ്റമുണ്ട്, ഹദീസിലും മാറ്റമുണ്ട്. ഓരോരുത്തരും അത് രണ്ടും തുലനം ചെയ്ത് എന്തെല്ലാം മാറ്റങ്ങളുണ്ട് എന്ന് നോക്കുക. ബഹുമാനപ്പെട്ട ആശയക്കാർ അത് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ ഹദീസിലെ റാവി ഇമാം ബുഖാരിയുടെ ഉസ്താദ് മഹാനായ സുലൈമാൻ ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു അവരാണ്. ലോകത്ത് പല മഹാന്മാരും മുഹദ്ദിസീങ്ങൾ, ഇമാം ബുഖാരിയുടെ ഉസ്താദന്മാർ എല്ലാവരും വലിയ മഹത്തുക്കളാണ്. ഇമാം ബുഖാരിയിൽ സ്വഹീഹിൽ ഒരാളെ ഹദീസ് കൊണ്ടുവന്നാൽ തന്നെ അവർ ഏറ്റവും വലിയവരാണെന്ന് വരും. സുലൈമാൻ ബിൻ ഹർബ് എന്നവർ ജനിക്കുന്നത് 140-ൽ, വഫാത്ത് 224-ൽ ബസറയിലാണ്. 10,000-ഓളം ഹദീസുകൾ അവരുടേതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ധാരാളം മഹത്വമുള്ളവരാണവർ. ഖലീഫ മഅ്മൂൻ അവരുടെ കൊട്ടാരത്തിലേക്ക് സുലൈമാൻ ബിൻ ഹർബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി.
യഹ്യ ബിൻ അക്സം എന്ന് പറയുന്ന മഹാപണ്ഡിതനെയായിരുന്നു അക്കാര്യം ഏൽപ്പിച്ചിരുന്നത്. മഅ്മൂൻ ഒരു ദിവസം ചോദിച്ചു, ബസറയിലുള്ള ഏറ്റവും വലിയ മഹാനാരാണ്? അവിടെ ആരെല്ലാം മഹത്തുക്കളുണ്ട്, മുഹദ്ദിസീങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്? അപ്പോൾ യഹ്യ ബിൻ അക്സം പറയാണ്, ധാരാളം പണ്ഡിതന്മാരെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തു. അക്കൂട്ടത്തിൽ സുലൈമാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയും പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഹുവ സിഖത്തുൻ ഹാഫിദുൻ ലിൽ ഹദീസ് ആകിലുൻ ഫീ നിഹായത്തി സിത്രി വസിയാന. അവര് ഹദീസിന്റെ ഹാഫിളാണ്, സിഖത്താണ്, വലിയ ബുദ്ധിമാനുമാണ്, അനാവശ്യങ്ങളെ തൊട്ട് വളരെ അധികം ശ്രദ്ധിക്കുന്നവരുമാണ് എന്നവരെ പറ്റി വിശദീകരിച്ചു കൊടുത്തപ്പോൾ മഅ്മൂൻ പറഞ്ഞു, എന്നാൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം, കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം, എനിക്ക് ആവശ്യമുണ്ട്. ആ ഉത്തരവാദിത്തം യഹ്യ ബിൻ അക്സം എന്നവരെ ഏൽപ്പിക്കുകയും അവർ സുലൈമാൻ ബിൻ ഹർബ് റളിയല്ലാഹു അൻഹുവിലേക്ക് വിവരം അറിയിക്കുകയും സുലൈമാൻ ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു ബഗ്ദാദിലേക്ക് മഅ്മൂന്റെ കൊട്ടാരത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ ആ സദസ്സിൽ മഅ്മൂൻ ഖുർആനിൻ്റെ വിഷയത്തിൽ, ഖൽഖുൽ ഖുർആൻ്റെ വിഷയത്തിൽ മുഅ്തസിലികളോട് കൂടെയുള്ള ആളാണ്. മുഅ്തസിലി പണ്ഡിതന്മാരാണ് അവിടെ ഉണ്ടാകുക. അങ്ങനെ അവിടെ ചെന്നപ്പോൾ സുലൈമാൻ ബിൻ ഹർബിനെയും കൊണ്ട് യഹ്യ ബിൻ അക്സം ചെല്ലുമ്പോൾ സദസ്സിലുള്ളത്, മഅ്മൂന്റെ മജ്ലിസിലുള്ളത് ഇബ്നു അബീ ദുആബ് എന്ന് പറയുന്ന കൊടും മുഅ്തസിലി, അതുപോലെ സുമാമ, ഇവരെ പോലെയുള്ള കുറേ മുഅ്തസിലിയാക്കൾ വിളയാടുന്ന സദസ്സായിട്ടാണ് അവിടെ ഉള്ളത്. അവരെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. ആ സദസ്സിലേക്കാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു വരുന്നത്. അപ്പോൾ യഹ്യ എന്നവർ പറയാണ്, എനിക്ക് സുലൈമാൻ ഹർബിനെ പോലെയുള്ള മഹാന്മാർ കയറിച്ചെല്ലിനോർത്ത് ഇതുപോലെയുള്ള മുഅ്തസിലിയാക്കൾ, ബടക്കെട്ട ജാതികൾ അവിടെ ഉണ്ടാവലിനോട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ എത്തിപ്പെട്ടപ്പോഴുള്ള സംഗതി അങ്ങനെയാണ്. അങ്ങനെ സുലൈമാൻ ഹർബ് റളിയല്ലാഹു അൻഹു മഅ്മൂനോട് സലാം ചൊല്ലി. മഅ്മൂൻ സലാം മടക്കി. അവർക്ക് പ്രത്യേകമായ സീറ്റ് ഏർപ്പാട് ചെയ്യുകയും അവിടെ ഇരിക്കുകയും ചെയ്തു. സുലൈമാൻ ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു മഅ്മൂന് വേണ്ടി ഇസ്സത്ത് കൊണ്ടും തൗഫീഖ് കൊണ്ടും ദുആ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇബ്നു അബീ ദുആബ് എന്ന് പറയുന്ന ഈ ബടക്കെട്ട് സാധനം പറയണത്, യാ അമീറൽ മുഅ്മിനീൻ നസ്അലു ശൈഖ് അൻ മസല. ഈ മഹാനായ, കളിയാക്കിക്കൊണ്ട് പറയാണ്, ഈ മഹാനായ ശൈഖിനോട് ഒരു മസല ചോദിക്കാണ്ടായിരുന്നു ഞങ്ങൾക്ക്. കാരണം അവരുടെ സ്വഭാവത സദസ്സിൽ ആര് വന്നാലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് അവരൊന്നും ഒരു കാര്യപ്പെട്ട ആളുകളെല്ലാം വെറ്റി തീർക്കലാണ് ഈ മുഅ്തസിലിയാക്കൾ. അന്നത്തെ ഇന്ന് അവരുടെ അനുയായികളായ പുത്തൻവാദികളുടെ സ്വഭാവം തന്നെയാണ്. ഏത് നല്ല മഹാന്മാരെ കണ്ടാലും ഒന്ന് ഇടിച്ചു താത്താൻ ശ്രമിക്കും. അതാ യാ അമീറൽ മുഅ്മിനീൻ നസ്അലു ശൈഖ് അൻ മസല. ഈ ശൈഖിനോട് ഞങ്ങൾ ഒരു മസല ചോദിക്കട്ടെ. അപ്പോൾ മഅ്മൂന് ഇബ്നു അബീ ദുആബിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ചോദിച്ചോ. സമ്മതം കൊടുക്കുന്ന നിലക്കൊരു നോട്ടം നോക്കി. അങ്ങനെ ചോദിക്കുന്നതിൻ്റെ മുമ്പായും കൊണ്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ഹദ്ദസനാ ഹമ്മാദ് ബിൻ സൈദ് ഖാല റജുലുൻ ലി ഇബ്നി സബ്റമ അസ്അലുക. ഹമ്മാദ് ബിൻ സൈദ് എന്ന മഹാൻ ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇബ്നു സബ്റമ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനോട് ഒരു മനുഷ്യൻ ചോദിച്ചു, അസ്അലുക, എനിക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ ഇബ്നു സബ്റമ എന്ന മഹാൻ പറഞ്ഞു, ഇൻകാന മസ്അലതുക ലാ തുൽഹികുൽ ജലീസ വലാ തുസിരി ബിൽ മസ്ഊൽ ഫസൽ. നിന്റെ ചോദ്യം നിന്റെ കൂടെ ഇരിക്കുന്നവരെ ചിരിപ്പിക്കുന്നതുമല്ല, ചോദിക്കപ്പെടുന്ന പണ്ഡിതനെ തരം താഴ്ത്താനുള്ളതുമല്ലെങ്കിൽ നീ ചോദിച്ചോ എന്നൊരു സംഭവം ഹമ്മാദ് ബിൻ സയ്യിദ് ഉദ്ധരിച്ചിട്ടുണ്ട്. വഹദ്ദസനാ വഹൈബുൻ ഖാല
قال إياس بن معاوية من المسائل ما لا ينبغي للسائل أن يسأل عنها ولا للمجيب أن يجيب فيها. ഇയാസ് ബിൻ മുആവിയ എന്ന മഹാപണ്ഡിതൻ അവർ പറഞ്ഞിട്ടുണ്ട്, ചോദ്യങ്ങളിൽ പെട്ടതാണ് ചോദിക്കുന്നവൻ അത് ചോദിക്കേണ്ടതുമായ ചോദ്യങ്ങളും മറുപടി പറയുന്നവൻ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അർഹതയില്ലാത്ത ചോദ്യങ്ങളുമുണ്ട്. ചോദിക്കാൻ തന്നെ പാടില്ലാത്ത ചോദ്യങ്ങളുണ്ട്. അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ മറുപടി പറയാൻ ചോദിക്കപ്പെട്ടവൻ അതിൻ്റെ മറുപടി അർഹിക്കാത്ത മറുപടി പറയാതിരിക്കേണ്ടതുമുണ്ട് ചോദ്യങ്ങളെ കൂട്ടത്തിൽ എന്ന് സുലൈമാൻ ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു മഅ്മൂൻ അനുസരിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. രണ്ട് സംഭവങ്ങൾ. ഒപ്പമിരിക്കുന്നവരെ ചിരിപ്പിക്കാനോ ചോദിക്കപ്പെടുന്നവനെ നിസാരമാക്കാനോ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. അതുപോലെ തന്നെ ചോദ്യം ചോദിക്കുമ്പോൾ നിലവാരമുള്ള ചോദ്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്. ചോദിക്കാൻ പറ്റാത്ത ചോദ്യം ചോദിക്കാനും പാടില്ല. അങ്ങനത്തെ ചോദിച്ചാൽ മറുപടി മറിയിക്കൂല, മറുപടി പറയില്ല. ഇങ്ങനെയുള്ള രണ്ട് സംഭവങ്ങൾ രണ്ട് മഹാന്മാർ തൊട്ട് ഉദ്ധരിച്ചു കൊടുത്തു. ഇതാണ്ട് കേട്ടതോട് കൂടെ ഇബ്നു അബി ദുആബ് എന്ന് പറയുന്ന ഈ ഇബ്നു അബി ദുആബ് എന്ന് പറയുന്ന ഈ വടക്കെട്ട മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുമാമനെ പോലെയുള്ള അന്നത്തെ മുഅ്തസിലി നേതാക്കൾ, ഓൽക്ക് ആർക്കും ഒരക്ഷരം ഉണ്ടായില്ല, ഒരക്ഷരം സൂഹിക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാവരും ബേജാറായി പോടി. ഇനി എന്തും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടാലൊന്നിൽ പെട്ടതാണല്ലോ അവർക്ക് ചോദിക്കാൻ കഴിയുള്ളൂ. പഠിക്കാൻ വേണ്ടി ചോദിക്കല്ലല്ലോ, അറിയാൻ വേണ്ടി ചോദിക്കല്ലല്ലോ, തരം താത്താൻ വേണ്ടി ചോദ്യമല്ലേ. അത് അവർ വായ പൊളന്നാൽ മഹാനവർകൾ അത് കള്ളി പൊളിച്ചു തേടും. രാജാവിനിക്കത് ബോധ്യപ്പെടുകയും ചെയ്താൽ ഇവിടെ നിലവാരം പോകും എന്നതിൻ്റെ പേരിൽ അവരാരും ഒരക്ഷരം പോലും ഉണ്ടില്ല. പിന്നെ ആ മഅ്മൂനിൻ്റെ രാജസദസ് സുലൈമാൻ ബിൻ ഹർബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിയന്ത്രണത്തിലായി. അങ്ങനെ അവർക്ക് അവിടെ മജ്ലിസ് സ്ഥാപിച്ചു. ആ മജ്ലിസിൽ 40,000 മഹാന്മാർ ഹദീസ് പഠിക്കാൻ വേണ്ടി വന്നിരുന്നു. അക്കൂട്ടത്തിൽ കൊട്ടാരത്തിൻ്റെ അടുത്തായിരുന്നു സ്റ്റേജ് കെട്ടിയിരുന്നത്. അവിടെ കൊട്ടാരത്തിലിരുന്ന് മഅ്മൂനും ഹദീസുകൾ കേൾക്കുകയും സ്വയം കൈപ്പട കൊണ്ട് എഴുതുകയും സുലൈമാൻ ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു വലിയ സെക്യൂരിറ്റി കൊടുക്കുകയും ചെയ്തിരുന്നു. സിയർ അഅ്ലാമുൻ നുബല നോക്കിയാൽ കാണാം. അങ്ങനെ ഈ 40,000 ആളുകളെ എങ്ങനെ കേൾപ്പിക്കുക? മഹാനവറുകൾ ഹദീസ് പറയുമ്പോൾ ആ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് ഹദ്ദസനാ ഹൗസബ് ബിൻ ഉഖൈൽ എന്ന് ആദ്യമായി ചോദിച്ച ഹദീസ് ഹൗസബിൻ്റെ ഹദീസ് പറയണമെന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ 40,000 ആളുകളില്ലേ, മൈക്കല്ല, സ്പീക്കറില്ല, ഒന്നുമില്ല. പിന്നെന്താ അവർ പറയുമ്പോൾ അത് കേട്ട് വിളിച്ച് പറയാൻ വേറെ ആളുകളെ വെക്കും. ആ വെച്ച ആളുകൾ പറയും ഞങ്ങൾ കേട്ടില്ല. 10ഓളം ആളുകൾ പല ഭാഗത്തായിട്ട് അവരുടെ ശബ്ദം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി വിളിച്ച് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു, മുസ്തംലികൾ ഉണ്ടായിരുന്നു, ഇംലാ ചെയ്യുന്ന ആളുകൾ. അത്രയും ആളുകളല്ലേ. അവസാനം അവർ പറഞ്ഞു നമ്മൾ ഇവിടെ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ അവസാനം വരേക്കുമുള്ളത് ഈ 10 ആൾ വെച്ചാലും പറ്റൂല, എല്ലാവരുള്ളവർ വെച്ചാലും 40,000 ആളെ കേൾപ്പിക്കാൻ കഴിയൂല. 40,000 ആളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിന്തിച്ചറിയുന്ന കാര്യമാണ്. വലിയ ഗ്രൗണ്ടാണ്, മൈതാനത്താണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, കൊട്ടാരത്തിനോട് ചാരിയിട്ടുള്ള. ആ സമയത്ത് അവർ പറഞ്ഞു ഇതിനിക്ക് പരിഹാരമായി ഏറ്റവും ഇന്നത്തെ കാലത്ത് സൗണ്ടുള്ള ഹാറൂനുൽ മുസ്തംലി എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഇടിനെ കവച്ച് വെക്കുന്ന, അദ്ദേഹം ശബ്ദം ഇട്ടാൽ പിന്നെ അവിടെ കേൾക്കാത്ത 40,000 അല്ല 80,000 ആളും കേൾക്കും. അത് ചില ഭാഗ്യമാണ്. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ ശബ്ദമുള്ളവരായിരുന്നു, എല്ലാവർക്കും അറിയാലോ. മദീനയിൽ നിന്ന് 12 കിലോമീറ്റർ അപ്പുറമുള്ള മൂപ്പരുടെ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആട്ടിടയനെ വിളിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് ഒരു മലയുടെ മുകളിൽ കയറി അങ്ങോട്ട് വിളിക്കും. 12 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്ക് അയാളത് കേൾക്കും, നിർദ്ദേശം നൽകും. അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ സൗണ്ടുള്ളവരാണ്, സൗണ്ടുള്ള പലരുമുണ്ട്.
അതിൽപ്പെട്ട ഒരാളാണ് ഹാറൂനുൽ മുസ്തംലി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം വന്നു. അദ്ദേഹം ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ശബ്ദം ഹദീസ് പറയും, അവരത് കേൾക്കും. ഹാറൂൻ അത് കേൾക്കും. ഹാറൂൻ അത് ഉച്ചത്തിൽ പറയും, എല്ലാവരും കേൾക്കും. അങ്ങനെ കൊട്ടാരത്തിൽ കുറേ കാലം നിന്നതിൻ്റെ ശേഷം മക്കയിലേക്കുള്ള ഖാളിയായി മഅ്മൂൻ നിശ്ചയിക്കുകയും മക്കത്ത് 5 വർഷം 214 മുതൽ ഹിജ്റ 214 മുതൽ 219 വരെ മക്കയിലെ ഖാളിയായിരുന്നു. പിന്നീട് ഖാളി സ്ഥാനം ഒഴിവാക്കി ബസ്രയിലേക്ക് പോയി 224 അവിടെ വെച്ച് വഫാത്തായി. അതിനുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. അവരാണ് ഇമാം ബുഖാരിയുടെ ഉസ്താദ്. അവിടെ ഉസ്താദ് ശുഅബ എന്നവർ അൻ ഖത്താദത അൻ അനസ് റളിയല്ലാഹു അൻഹു അൻഹും ചരിത്രങ്ങളിൽ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ. ആ 3 കാര്യം ആരിലെങ്കിലും ഒരാൾ ഒരുത്തൻ കുന്ന ആ 3 കാര്യങ്ങളായി ഫീഹി അവനുണ്ടായി കഴിഞ്ഞാൽ വജദ അവൻ എത്തിക്കും ഹലാവത്തൽ ഈമാൻ, ഈമാനിൻ്റെ മധുരം എത്തിക്കും. അങ്ങനെയുള്ള 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈമാനിൻ്റെ മധുരം അവൻ എത്തിക്കും. ആ മധുരം എത്തിച്ചതിൻ്റെ അടയാളം എന്താ? ഇമാം ഖസ്സലാനി പറയാണ്, ബിസ്തിൽദാദിഹി അത്വാഅത്ത്, സൽക്കർമ്മങ്ങളെ അവനിക്ക് രസമായി എണ്ണൽ കൊണ്ട്. നിസ്കാരം അവനിക്ക് ജീവനാവണം. നോമ്പ് അവനിക്ക് അതിലേറെ ഇഷ്ടമാണ്. ഹജ്ജ്, നന്മ ചെയ്യൽ, അതെല്ലാം അവനിക്ക് വളരെ അധികം ഇഷ്ടം. അള്ളാഹുവിനിക്ക് വെറുപ്പുള്ള കാര്യങ്ങളാണെങ്കിലോ അതെല്ലാത്തിനോടും അവനക്ക് ശക്തമായ വെറുപ്പ്. അതാണ് ഈമാന്റെ മധുരം എത്തിച്ചതിൻ്റെ ലക്ഷണം. അതിൻ്റെ പേരിൽ ദീനിൻ്റെ കാര്യങ്ങൾ എന്ത് മശക്കത്തുകളെയും സഹിക്കാൻ അവൻ തയ്യാറാകും. വയൂസിറു ദാലിക അലാ ഇറാദി ദുനിയൽ ഫാനിയ, ഈ ദുനിയവിയായ അറളുകൾ, ആവശ്യങ്ങൾ, അതിനെ തൊട്ടെല്ലാം അവൻ തിരിഞ്ഞു കളയുകയും ചെയ്യും. സൽക്കർമ്മങ്ങളായിരിക്കും അവനക്ക് എപ്പോഴും വേണ്ടത്. ഖസ്സലാനി ചോദിക്കുന്നു, വഹൽ ആദിഹിൽ ഹലാവത്തു മഹ്സൂസത്തുൻ ഔ മഅനവിയ, ഈ മധുരം എന്ന് പറയുന്നത് രുചിച്ചറിയുന്നൊരു മധുരമാണോ, അതല്ല ഒരു മാനസികമായ മധുരമാണോ, ഒരു ആവേശമാണോ? ഹലാവത്തുൽ ഈമാൻ എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട വിഷയ. ഹലാവത്തുൽ ഈമാൻ എന്ന് പറയുന്ന കാര്യം, ഈ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ഉണ്ടായാൽ ഒരാൾക്ക് ലഭിക്കും. അത് ലഭിക്കുന്നത് ഈ ഈമാനിക മധുരം എന്ന് പറയുന്നത് അതൊരു ആവേശമാണോ, ഒരു താല്പര്യമാണോ, മാനസികമായ ഒരു താല്പര്യമാണോ, അതല്ല അവൻ്റെ നാവ് കൊണ്ട് അവൻ്റെ ശരീരം കൊണ്ട് രുചിച്ചറിയുന്നതാണോ, മഹ്സൂസാണോ, മഅനവിയാണോ എന്നാ. പെട്ടെന്ന് നമുക്ക് തോന്നും മഅനവിയായിരിക്കും, ഒരു ആവേശമാണ്. അമലുകൾ അവനക്ക് ആവേശമായി ചെയ്യാം, താല്പര്യത്തോടു കൂടെ ചെയ്യാം. എന്നാൽ മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഇമാമിയങ്ങൾ 2 അഭിപ്രായക്കാരുമുണ്ട്. മഹ്സൂസ എന്ന് പറയുന്നവരുമുണ്ട്, മഅനവിയാണെന്ന് പറയുന്നവരുമുണ്ട്. മഅനവിയാണെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്, രുചിച്ചറിയുന്ന കാര്യമാണ് എന്നുള്ളത് പറയുന്ന ആളുകൾ ധാരാളമുണ്ട്. അതിനൊക്കെ തെളിവാണ്, മഹ്സൂസാണ്, നാവിൽ ലഭിക്കുന്ന, അവൻ്റെ ലാഹിരിയായ അവയവങ്ങളിൽ ലഭിക്കുന്ന ഒരു മധുരമുണ്ട് അവിടെ ഈമാനിക്ക്. ആ മധുരം ഉണ്ട് എന്ന് തെളിവാണ് ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ അഹദ് അഹദ് എന്നുണ്ടായിരുന്ന പ്രയോഗം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോരാൻ വേണ്ടി, ഇസ്ലാമിനെ വെറുക്കാൻ വേണ്ടി, റസൂലുള്ളാഹിനെ വെറുക്കാൻ വേണ്ടി, അള്ളാഹുവിനെ വെറുക്കാൻ വേണ്ടി, ദീൻ ഒഴിവാക്കാൻ വേണ്ടി ഉമയ്യത്ത് ചെയ്തിരുന്ന, അതുപോലെ മക്കത്തുള്ള എല്ലാവരും വലിയ ആളുകളും ചെയ്തിരുന്ന ഉപദ്രവം, കൊടും ചൂടിൽ
മണലിൽ കൊണ്ടുപോയി കെടുത്തി. ചുട്ട കരിമ്പാറകൾ നെഞ്ഞത്ത് കയറ്റി വെച്ച് കാലിലേക്ക് കയറിട്ട് വലിച്ച ആ ഒരു രംഗം ഓർക്കാൻ പോലും കഴിയാത്ത പീഡനം. ആ സമയത്ത് മഹാനവറുകൾക്ക് വേദന കൊണ്ട് പിടഞ്ഞില്ല. അഹദ് അഹദ് എന്ന ആവേശമായിരുന്നു അവിടെ കാണിച്ചിരുന്നത്. ശരീരത്തിൽ മുറിവുണ്ട്, ശരീരം പൊള്ളിയിട്ടുണ്ട്, രക്തം വാർന്നൊലിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കവിടെ ആവേശമായിരുന്നു. അവരുടെ മുഖത്ത് നോക്കി അഹദ് അഹദ് എന്ന് വിളിച്ചു പറയുകയായിരുന്നു. അത് അനുഭവിച്ച ഒരു മധുരമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ഘട്ടം, സക്കറാത്തുൽ മൗത്തിലുണ്ടാകുന്ന ഘട്ടം, ചുറ്റുഭാഗവും നിന്ന് കുടുംബക്കാർ വാക്കർബാ, ബിലാലിന്റെ വിഷമമേ, ദുഃഖമേ, വേദനേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ ബിലാലുൽ മുഅദ്ദിൻ എന്താ പറഞ്ഞത്? വാ ത്വറബാ, എൻ്റെ ആനന്ദമേ, എൻ്റെ സന്തോഷമേ, എന്തൊരു സന്തോഷമാണ് എനിക്ക്. ഓദൻ ഉൽക്കിൽ അഹിബ്ബത മുഹമ്മദൻ വസുഹബാ. ആണോ? അടുത്ത സമയത്ത് ഞാൻ എൻ്റെ മഹ്ബൂബീങ്ങളായ അഹിബ്ബത്തായ മുഹമ്മദ് നബിയെയും അനുയായികളെയും കൂട്ടിമുട്ടും. ഞാൻ അവരെ വദൻ ഉൽക്കിൽ അഹിബ്ബ മുഹമ്മദൻ വസുഹബാ വാ ത്വറബാ. കണ്ടോ? അപ്പം അവർക്കിത് മധുരമായിരുന്നു ഈമാൻ. അതിന് 3 കാര്യങ്ങൾ വേണം. അതില്ലാത്തവർക്ക്, അത് അനുഭവിച്ചറിയാത്തവർക്ക് നമുക്കത് ആവേശമാണെന്ന് പറയാനേ കഴിയുള്ളൂ. ശാരീരികമായി രുചിക്കാൻ കഴിയും. ഇമാം ഖസ്സലാനി വളരെ വിശദമായ കാര്യം സംസാരിക്കുന്നുണ്ട്. അപ്പം കൽബിൽ ദോഷങ്ങളെ കൊണ്ടും ചീത്ത കാര്യങ്ങളെ കൊണ്ടും കൽബ് നിറയാതെ സലീമായ ഹൃദയമായി കഴിഞ്ഞാൽ അവർക്ക് ഹലാവത്തുൽ ഈമാൻ ലഭിക്കും. അത് ലഭിക്കാൻ വേണ്ട കാര്യങ്ങൾ ആരാണ്? മൻ മഹദൂഫായ ഖബറാക്കുക. അപ്പം എന്താർത്ഥം വെക്കുക? മൻ കാന അല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ മിനല്ലദീന ഫീഹിമുൽ ഖിസാലു സലാസ്. ഈ 3 കാര്യങ്ങൾ ഉള്ള ആളുകളിൽപ്പെട്ടവരാണ് മൻ ഒരുത്തൻ. കാന അല്ലാഹു റസൂലുഹു, അല്ലാഹും അല്ലാഹു റസൂലുമായി, അഹബ്ബ ഇലൈഹി അവനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായി, മിമ്മാ സിവാഹുമാ അല്ലാഹും അല്ലാഹു റസൂലും അല്ലാത്ത എല്ലാത്തിനേക്കാളും അവനിക്ക് അഹബ്ബാണ്. ഓൻ്റെ മനസ്സ് ഉള്ള ഓൻ്റെ ഓന് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ റസൂലിനോട്. ഇത് അവനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായി കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് പറഞ്ഞാൽ, അവനിക്ക് അതിൽ യാതൊരു ഇഅ്തിറാദുമില്ല, യാതൊരു താല്പര്യക്കുറവുമില്ല. അത് അവൻ 100% അവനിക്ക് വലിയ മഹബത്താണ്, അതിനോട് വലിയ ഇഷ്ടമാണ്. അതിനോട് പേടിച്ചിട്ടല്ല അവനത് ചെയ്യുന്നത്. അള്ളാഹിനെയും പേടിക്കല്ല, റസൂലിനെയും പേടിയല്ല, വേറെ ഒന്നിനെയും പേടിയല്ല. അവന് മഹബത്താണ് ആ പറഞ്ഞതിനോട്. അവൻ്റെ പേടി മറ്റൊന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ലിഖാ കിട്ടൂലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂയത്ത് കിട്ടൂലേ, എന്നിൽ നിന്ന് വീഴ്ചകൾ വരുമോ, എൻ്റെ ഈമാൻ നീങ്ങിപ്പോകുമോ, ഈ നിലക്കുള്ള പേടികളാണ് അവനിക്കുണ്ടാകുക. എന്നല്ലാതെ ഈ പണി പേടിച്ചു കൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളല്ല, അള്ളാഹുവിൻ്റെ ഈ ബാത്തുകളെല്ലാം താല്പര്യത്തോടു കൂടെ ചെയ്യുന്നവനാണ് അവൻ. എന്നാൽ അതുകൂടെ ഖൗഫുണ്ട്, റജാവുമുണ്ട്. ഖൗഫ് മറ്റൊരു നിലയിലാണ്. ഇത് ചെയ്യാതിരുന്നാൽ അള്ളാഹ് ശിക്ഷിക്കുമോ എന്ന പേടിയല്ല.
ഇത് ചെയ്യുന്നത് ശിക്ഷയ്ക്ക് വേണ്ടി രക്ഷപ്പെടാനല്ല, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ മഹബത്തിൻ്റെ പേരിൽ, ഇഷ്ടത്തിൻ്റെ പേരിൽ ചെയ്യുന്നവനാണ്. ഒന്ന് അവനാണ് അള്ളാഹും റസൂലും, അവനിലേക്ക് മറ്റുള്ള എല്ലാത്തിനേക്കാളും, ഭാര്യയെക്കാളും മക്കളെക്കാളും ഉമ്മയെക്കാളും മുതലിനേക്കാളും മറ്റുള്ള എല്ലാമെല്ലാം മിമ്മൻ എന്നല്ല, ഒന്നെല്ലാത്തിനേക്കാളും അഹബ്ബായി വരണം. ഒന്നത് ഒമൻ അഹബ്ബ അബ്ദാ, ഒമൻ ഒരുത്തനുമാണ്, അഹബ്ബ അവൻ സ്നേഹിച്ചു, അബ്ദൻ ഒരു മഹാനായ അടിമയെ സ്നേഹിച്ചു, ലാ യുഹിബ്ബുഹു ആ മഹാനായ അടിമയെ അവൻ സ്നേഹിക്കുന്നില്ല, ഇല്ലാ ലില്ലാഹ് അള്ളാഹുവിന് വേണ്ടിയല്ലാതെ, അള്ളാഹുവിലേക്ക് അവനക്ക് എത്തണം, അള്ളാഹനെ കിട്ടണം, അതിന് വേണ്ടിയല്ലാതെ ഒരു മഹാനായ അടിമനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരുത്തനും. ഇതേ ഹദീസ് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, അവിടെ നോക്കണം, അവിടെ അതിൻ്റെ ലാഹിരിയായ അർത്ഥം നാം വെച്ച് പോയിട്ടുണ്ട്. ഇന്നിവിടെ അർത്ഥം വെക്കുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുല്ലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർ വെച്ച അർത്ഥമാണ്. ഇവിടെ പറഞ്ഞത് ഒമൻ അഹബ്ബ അബ്ദൻ, അബ്ദൻ എന്നതിന് തൻവീന് തഅളീമിനിക്കാണ്. അപ്പോൾ മഹാനായ ഒരു അടിമനെ സ്നേഹിച്ചു. അത് തന്നെ ഇതിന് മുമ്പത്തെ ഹദീസിൽ പറഞ്ഞത് അൽ മർഅ് വയുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അൽ മർഅ് എന്നോർത്തുള്ള അലിഫ് ലാം അത് കമാലിന് വേണ്ടിയുള്ളതാണ്. സംശയം പറഞ്ഞത് അങ്ങനെയാണ്. മഹാനായ മനുഷ്യൻ അതന്നെയാണ് ഇവിടെ അബ്ദൻ എന്ന് പ്രയോഗിച്ചത്. അള്ളാഹുവിൻ്റെ മഹാനായ ഒരു അടിമ. ആ മഹാനായ അടിമ ആരാണ്? അതാണ് ഷെയ്ഖ്, ത്വരീഖത്തിൻ്റെ ഷെയ്ഖ്. അവൻ അള്ളാഹു തആലയിലേക്ക് അടുപ്പിച്ചു കൊടുക്കുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പിച്ച് ഹദ്റത്ത് ഖുദ്സിലേക്ക് അവന് എത്തിച്ചു കൊടുക്കാൻ ഷെയ്ഖ് നിർബന്ധമാണ്. അങ്ങനെയുള്ള ഒരു മഹാനായ ഷെയ്ഖിനെ അവൻ സ്നേഹിക്കുന്നു. അത് ഷെയ്ഖിൻ്റെ തടി നോക്കിയിട്ടല്ല, ഷെയ്ഖിൻ്റെ രൂപം നോക്കിയിട്ടല്ല, ഷെയ്ഖ് അള്ളാഹുലേക്ക് അടുപ്പിക്കാനുള്ള മാധ്യമമാണ് എന്നുള്ള നിലക്ക്, അള്ളാഹുലേക്ക് വാസിനായ ആളാണ് എന്നുള്ള നിലക്ക്, മുറബ്ബിയാണ് എന്നുള്ള നിലക്ക്. അതാ ഒമൻ ആ ഹലാവത്തുൽ ഈമാൻ എത്തിക്കുന്ന മൂന്ന് കാര്യങ്ങളുടെ ഒരുത്തനിൽപ്പെട്ടതാണ്. മൂന്ന് കാര്യങ്ങളിൽപ്പെട്ട ഒരുത്തനാണ്. മൂന്ന് കാര്യങ്ങളുള്ള സ്വഭാവമുള്ള ഉമ്മതിയിൽപ്പെട്ട ഒരുത്തനാണ് ഒരുത്തൻ. അഹബ്ബ അയാൾ സ്നേഹിച്ചു, അബ്ദൻ മഹാനായ മുറബ്ബിയായ ഷെയ്ഖിനെ സ്നേഹിച്ചു, ലാ യുഹിബ്ബുഹു അവൻ ആ ഷെയ്ഖിനെ സ്നേഹിക്കുന്നില്ല, ഇല്ലാ ലില്ലാഹ് അള്ളാഹുവിനക്ക് വേണ്ടിയല്ലാതെ ഇവനെ അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇവൻ ഏത് സമയത്തും അള്ളാഹു ഇവനെ കാണുന്നുണ്ട് എന്ന പൂർണ്ണ ബോധമുള്ള ഇഹ്സാന്റെ മർത്തബയിലെത്തി കിട്ടണം. അതിന് വേണ്ടിയല്ലാതെ സ്നേഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കാനോ, അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നവനാണെന്നുള്ള പേര് കിട്ടാനോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ എന്തെങ്കിലും ദുന്യവിയായ ആവശ്യങ്ങൾ നടത്താനോ, അവൻ അദ്ദേഹത്തിൻ്റെ കാര്യമായ മുരീദാണെന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വല്ല പരിപാടികൾ കിട്ടാനോ ഒന്നും തന്നെയല്ല. ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആ ഔലിയാക്കളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ ഹലാവത്തുൽ ഈമാൻ കിട്ടുള്ളൂ. അപ്പോഴേ അവൻ അള്ളാഹുലേക്ക് വാസിലാവുള്ളൂ. ഇതൊരു സത്യമാണ്. ത്വരീഖത്തുമായി ബന്ധമുള്ളവർക്ക് അതറിയാം. അല്ലാതെ ഒരു നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള പൂർണ്ണമായ വസൂൽ സാധ്യമല്ല. അല്ലാഹുവിൻ്റെ റസൂലിനെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സാധ്യമല്ല. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശരീഅത്ത് കൊണ്ട് അമൽ ചെയ്യാൻ അല്ലാതെ അതിൻ്റെ അപ്പുറം അവനിക്ക് ഇഹ്സാനിൻ്റെ മർത്തബയിലേക്ക്, ത്വരീഖത്തിൽ കൂടെ ഹഖീഖത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യമല്ല. വമൻ അഹബ്ബ അബ്ദൻ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. പരിശുദ്ധാത്മാവായ ഒരു മഹാനായ മുറബ്ബിയായ ശൈഖിനെ സ്നേഹിക്കണം. അവൻ ആ മുറബ്ബിയായ ശൈഖിൻ്റെ നിയന്ത്രണത്തിലായി ജീവിക്കണം. ആദ്യം അവൻ്റെ ലക്ഷ്യമുള്ളത് എന്താ? അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ഇദ്ദേഹവുമായുള്ള സ്നേഹം അവനിക്കില്ല. അള്ളാഹുലേക്ക് ഇവനെ പിടിച്ച് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മാർഗമാണ്, മാധ്യമമാണ്, വസീലയാണ്. അവർ വിചാരിച്ചാലേ ഇവനക്ക് വാസിലാകാൻ കഴിയുള്ളൂ എന്ന നിലക്കൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ
അവനിക്കും ഹലാവത്തുൽ അതും കൂടി ഉണ്ടാവുമ്പോഴാണ് ഹലാമത്തുൽ ഈമാൻ ഉണ്ടാകുക. ഒന്ന് അള്ളാഹു റസൂലും മഹബാവണം, രണ്ട് അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ അവനെ വാസിലാക്കുന്ന മുറബിയായ ശൈഖിനെ അവൻ സ്നേഹിക്കണം. മൂന്നാമത്തെ കാര്യം ഒരുത്തൻ്റെ കാര്യവുമാണ്, ഒരുത്തനുമാണ് യക്റഹു അവൻ വെറുക്കും അയ്യഊദ ഫിൽ കുഫ്രി കുഫ്രിലേക്ക് മടങ്ങാൻ അവൻ വെറുക്കും. ബഅദ ഇദ് അൻഖദഹുല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുഫ്രിനെ തൊട്ട് രക്ഷപ്പെടുത്തി ഹിദായത്ത് നൽകിയതിൻ്റെ ശേഷം വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അല്ലാഹു തആലാന്റെ ഹിദായത്ത് അവനിക്ക് ലഭിച്ചു. അതിൻ്റെ ശേഷം ഇനി ഈ ഹിദായത്ത് നീങ്ങലിനെ അവൻ വെറുക്കണം. കമാ യക്റഹു അൻ യുൽഖാ ഫിന്നാർ തീയിൽ അവനെ ഇടപെടലിനെ അവൻ എന്തുപോലെ വെറുക്കോ അതുപോലെ. ആളിക്കത്തുന്ന തീയിലേക്ക് ജീവനോടെ ഇവനെ കാലും കയ്യും കെട്ടിപ്പിടിച്ചിടുകയാണെങ്കിൽ എത്രത്തോളം വെറുപ്പുണ്ടാവുമോ അതിലേറെ അവനിക്ക് കുഫ്റിലേക്ക് മടങ്ങലിനെ അവൻ വെറുക്കണം. ഇതാണല്ലോ മഹാന്മാരായ ആളുകൾക്ക് മുഴുവനുമുള്ള പേടി. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. മഹാന്മാരുടെ ദുആ അതാണ്, ഖൽബിനെ ദീനിന്റെ മേലിൽ ഉറപ്പിച്ചു നിൽക്കുക. സവാലുൽ ഈമാനെ തൊട്ടുള്ള പേടി, അല്ലമാൻ മിൻ സവാലുൽ ഈമാൻ. അതൊരു വലിയ പേടിക്കേണ്ട വിഷയമാണ്. പക്ഷെ അത് അവനക്ക് വലിയ വെറുപ്പായി മാറുകയാണ് മടക്കല്. ആ വിഷയത്തിൽ പേടി വേണം, ഖേദം വേണം. കാരണം മനുഷ്യന്റെ ഓരോരോ നിമിഷങ്ങളും അള്ളാഹു എങ്ങനെയാണ് കണക്കാക്കിയെന്നറിയില്ല. അതുകൊണ്ടല്ലേ 5 നേരവും ഓരോരോ റക്അത്തിൽ നിർബന്ധമായി ദുആ ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഈ സിറാത്തുൽ മുസ്തഖീമിനുള്ള ഹിദായത്ത് ഞങ്ങൾക്ക് നീ ഉറപ്പിച്ചു നിർത്തണേ പടച്ചോനെ. ബേജാറാണ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഹിദായത്ത് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ ഓരോരുത്തരുടെയും ഹിദായത്ത് പോയതുകൊണ്ട് അള്ളാഹ്ക്ക് ഒരു നഷ്ടവുമില്ല. നഷ്ടം മുഴുവനും നമുക്ക് തന്നെയാണ്. അത് നിലനിൽക്കലിനെ ആഗ്രഹിക്കുകയും അത് നീങ്ങലിനെ ഭയപ്പെടുകയും വേണം. ആ ഭയപ്പാടും ആ വെറുപ്പും ഒരു മനുഷ്യനുണ്ടായിത്തീരണം. അള്ളാഹും റസൂലും അഹബ്ബാവണം, അവനിക്കൊരു ശൈഖിനെ സ്നേഹിക്കണം, കുഫറിലേക്ക് മടങ്ങലിനെ അവൻ വെറുക്കണം. ഇത് 3 കൂടി ഒരാളിൽ സമ്മേളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈമാനിക മധുരം അവനിക്ക് ഹിസ്സം നിലക്ക് തന്നെ രുചിക്കാൻ കഴിയും. അള്ളാഹു ആ സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ.